gentlemen, may I have your attention, please? The show starts in 10, 9, 8, 7, 6, 5, 4, 3, 2, 1, go. Good evening, ladies and gentlemen. Assalamu alaikum wa rahmatullahi wa barakatuhu. Namaskaram. Yes, Mulaqat 2025 കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ നിങ്ങൾക്കായി അഭിമാന പുരസ്സരം അണിയിച്ചൊരുക്കുന്ന ആഘോഷരാവ്. നീണ്ട 23 വർഷത്തെ ജീവകാരുണ്യ സേവന പ്രവർത്തന പാതയിൽ KKMA-ക്ക് ഒരു പുതിയ പൊന്തൂവൽ. അഹ്മദ് അൽ മഗ്രിബി KKMA Mulaqat 2025. So let's start from here, right now, right here. Yes. Yes, that's it, Mulaqat 2025. Are you ready? Are you ready? Let me introduce myself, Shafi Shah Jahan, co-anchored by Mr. Shamsir Nasser and Mr. Sulfikar MP. And I would like to thank each and everyone who gathered here on this auspicious, mesmerizing, mega event for Ahmad Al Maghribi Mulaqat 2025. നമ്മുടെ ഈ ഒരു ഇവന്റ് നമ്മൾ 3 സെഷൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മളുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഒരു കൾച്ചറൽ സെഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒബ്വിയസ്ലി ദ ഇനാഗുറൽ സെഷൻ, ആൻഡ് നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിൽ നിന്നും വന്ന നമ്മുടെ സ്വന്തം പാട്ടുകാർ, അവർ നിങ്ങൾക്കായി ഈ ഒരു വേദിയിൽ. ഓക്കെ, നമ്മൾ തുടങ്ങല്ലേ? സോ ലെറ്റ് മീ വെൽക്കം ദ ആർട്ടിസ്റ്റ് ടു പെർഫോം ഹിയർ. എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളികളുടെ കേട്ടുപരിചയമുള്ള സൂഫി നൃത്താവിഷ്കാരം, അതിൻ്റെ അറബിക് വേർഷനുമായി ലൗലവിയ. യെസ്, ലൗലവിയ ഈസ് ഗോയിങ് ടു ഹാപ്പൻ റൈറ്റ് നൗ. സിറ്റ് ബാക്സ്, റിലാക്സ് and enjoy the show. شاربنا على ذكري حبيبي متمتا سكرنا بها من قام لأن يخلق الكرم لها البدر كأسوا يا شمس يضيئها هلال وكم يبدو إذا مزج مولانا يا مولانا مولانا يا مولانا مولانا يا مولانا مولانا يا مولانا 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 يا مولانا 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 يا مولانا. ولولا
شذاها ما ولولا سنهما ولم يبق منها الدار كأن خفها في صدور النهى. مولانا يا مولانا يا مولانا يا مولانا مولانا يا مولانا مولانا يا مولانا 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 يا مولانا مولانا سكرة منها أرى الدهر عبدا طائعا فلا عيش في الدنيا ومن لم يمت سكرا بها فاتاه الحزن. مولانا يا مولانا يا مولانا يا مولانا مولانا يا مولانا مولانا يا مولانا 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 يا مولانا 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 يا مولانا. على ذكري حبيبي سكرنا بها من قاب لها البدر كأس هلال وكم يبدو مولانا يا مولانا مولانا يا مولانا مولانا يا مولانا مولانا يا مولانا 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 يا مولانا 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 يا مولانا مولانا يا مولانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഷംസീർ നാസർ. പ്രിയമുള്ളവരെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ അഹമ്മദ് അൽ മഗ്രിബി മുലാഖാത്ത് 2025 തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ കൾച്ചറിനെ വേദിയാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ വേദിയിൽ അരങ്ങേറുന്നത് കാൽ ചുവടുകൾ കൊണ്ട് നൃത്താലങ്കാരത്തിൽ അത്ഭുതം തീർക്കുന്ന അറേബ്യൻ നൃത്ത ചുവടുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഒരു അറബിക് ദഫ്ക. യതഫദ്ദൽ യാ ലയാലീന. നിങ്ങളുടെ മുമ്പിലേക്ക് ലയാലീന എന്ന ടീമുമായിട്ട് അറബിക് തനതായ ശൈലിയുമായി ട്രഡീഷണൽ അറബിക് ഒപ്പനയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നു അറബിക് ലയാലീന. طلوا زف الليالينا طلوا
شباب ليالينا عتبكي.
ദൃശ്യശ്രാവ്യ സുന്ദരമായ ഓപ്പന വർണ്ണഭംഗിയുടെയും ചടുല ചലനങ്ങളുടെയും മാസ്മരിക ലോകം തുറന്നിട്ട കലാരൂപമാണ്. ഭംഗിയുള്ള വേഷഭൂഷാദികൾ അണഞ്ഞ് ഇമ്പമുള്ള ഓപ്പന പാട്ടുകൾ താളത്തിൽ കൈയടിച്ച് പാടുന്ന ഓപ്പന ടീൻസ് ടീം അവതരിപ്പിക്കുന്ന കിഡ്സിന്റെ ഓപ്പനയാണ് വേദിയിൽ നടക്കുന്നത്. വംശനിലാവൊളി സരസിച്ച പൂവാടി ഫാത്തിമ സാരദി തരുൾ കരളിന്റെ കഷ്ണമെന്നോദിയ ചേലഞ്ചും ഫാത്തിമ ഹാഷിമി വംശനിലാവൊളി സരസിച്ച പൂവാടി ഫാത്തിമ സാരദി തരുൾ കരളിന്റെ കഷ്ണമെന്നോദിയ ചേലഞ്ചും ഫാത്തിമ മലകൾ കുത്തമി ജിന്നും മലക്കൂത്തും പോരിഷ പാടിയ ഫാത്തിമ പഞ്ചായ ചാലിച്ച ബാലഞ്ചും ഫാത്തിമ നാട് കേനാട് നെഞ്ചിൽ നിറച്ചത് ഈ മാനാടാരംഭം ഫാത്തിമ പരിശുദ്ധ ജീവിതം അങ്ങോളം ഇങ്ങോളം പാലിച്ച പുകതൊന്നും ഫാത്തിമ മാനവിയാൾ മലർമങ്ക ഫാത്തിമ ബിച്ചമഞ്ഞ ചേരി എങ്കും പൊലിവുറ്റ പൊളിന്തത ഉലക ചേരി ചേരിത വിണ്ണുലകങ്കുമ പൊങ്ങി മദീൻ മൊഴി തിങ്കി സുന്ദരമാരണി അരിശിൽ പൊലിയലി ഒരു തമ്പിന്റെ വാളും മടങ്ങളും കതിർക്കത്തി തിളങ്ങി കണ്ടേ കണ്ടത് പിങ്കി ജമാലിയത്തുണ്ടേ കൽബ് നിറച്ചത് ഈ മാലുണ്ടേ ഒത്തിരി ഒത്തിരി ഉണ്ടേ ഏറ്റം മികവുകൾ സുബർക്കത്തിൽ പെരിഞ്ഞ റോജ മംഗളം കുശിരസം താനെ ചുണ്ടിൽ ചിരിമലരാണേ അശരിഷകിതൊളി തകൃത സൗഹൃദ പദവികൾ തോനെ മാരൻ അലിപൊളിയാണേ പരിമള പുഷ്പമലിയുടെ മഹിൽ പുകളാണേ ഫാത്തിമ പിരിശക്കുലിരാണേ ഫാത്തിമ കരള ചിന്താനേ തരുൾ ഫാത്തിമ ചുർക്കുട മകൾ ഫാത്തിമ ആലമി പൂകൾ ഫാത്തിമ ഒരു കുളിർ ഫാത്തിമ ചെമ്പത മലർ ഫാത്തിമ അമ്പിളി കാതിൽ ഫാത്തിമ ഫാത്തിമ തന്നുടെ മഞ്ചുട മംഗല പാരി നടക്കൽ കിസയാടേ പാട്ടുകൾ മുട്ടും ഒപ്പന വെപ്പും ശീലാടേ ശീലത്തികവാലെ ഷഹാദത്താലെ ബാധികം വിവാദത്താലെ വാടത് സുഹൃതം ഹാലേ പൂമണി കുളിർന്ന മുല്ലേ ഒക്കെയും അകൽപ്പം ചേലേ ചേലത്ത ഫത്തീമ ചികവുറ്റ ഫത്തീമ ചിമനലിയാരിൽ വാകുമ്പി ഫത്തീമ ചിവരത്ത് കാമി ഏകരുളാളെ വെള്ളം നബിയാരിൽ സന്തോഷം പൊന്തേവി സന്തോഷം കാരകിയ ഘോഷം കട്ടും ധ്വനി രാഗം പുളിയുടെ ഭംഗീസം പട്ടുമേൽ പട്ടും നിരസാത്തി ബലമാവികമുള്ള ഫാത്തിമ ഹോജാത്തി നിന്റെ വിശപ്പു കല്യാണം കൽപ്പിൽ തുടി കൊട്ടി ഈ മരിനാവേശം ആവേശം മുത്തീരെ അല്ലാ പേരും സ്തുതിയും സ്വലവാത്തും ഭക്തതിമിർത്തോരേ വല്യമക്കൊടിയെ വേദപട്ടങ്ങളെ ഉള്ളം നിറവായോർ പള്ളി പിളരെന്നോർ ഉദറും മുസ്ലിമാരും സകലം സ്വരൂരാകെ ഫാത്തിമത്തിൻ ഗോപുരത്തന്നെ ആരംഭ മലർ മുഞ്ചി മണവിയള
കൺമണി കൺമണി രാഹത്താക്കി കത്തലിൽ തളീഷ്കൊടി പൂകേ കുതിരത്താൽ ഹക്കിൻ ഇരാദത്താൽ സ്വർഗ തേടി പൊന്നോരേ മാർഗമുറക്കുന്നേ ഉമ്മൽ മാറ ഫാത്തിമ ഫാത്തിമ ബിയാണ് മുത്ത് പൂമണിയാരക്കകത്ത് പൊലിവ് പകരാം സമയമായി സമ്മതിച്ചാട്ടേ സമ്മതിച്ചാട്ടേ സമ്മതം ചോദിച്ചുവല്ലേ സൗമ്യ സ്വരാത്ത് വെള്ളി മംഗളപ്പൂ മംഗയാളെ കൊണ്ടുപോകുന്നേ കൊണ്ടുപോകുന്നേ ബാരക്കല്ലാഹുമ്മ ചൊല്ലി ഭംഗിയിൽ ഇശലേറ്റു പാടി കൊഞ്ചിലഞ്ചും ഫാത്തിമോരെ അറയിലാക്കുന്നേ അറയിലാക്കുന്നേ സമ്മതം ചോദിച്ചുവല്ലേ സൗമ്യ സ്വരാത്ത് വെള്ളി മംഗളപ്പൂ മംഗയാളെ കൊണ്ടുപോകുന്നേ കൊണ്ടുപോകുന്നേ ബാരക്കല്ലാഹുമ്മ ചൊല്ലി ഭംഗിയിൽ ഇശലേറ്റു പാടി കൊഞ്ചിലഞ്ചും ഫാത്തിമോരെ അറയിലാക്കുന്നേ 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 എന്നോതുന്നേ ആകെയും നിന്നിൽ അർപ്പിക്കുന്നേ അഖില ചരാചരം പോറ്റുന്നേ അഹദാബാദേട്ടം കയ്യേൽക്കണേ അൽഹംദുലില്ലാഹ് എന്നോതുന്നേ ആകെയും നിന്നിൽ അർപ്പിക്കുന്നേ അഖില ചരാചരം പോറ്റുന്നേ അഹദാബാദേട്ടം കയ്യേൽക്കണേ മലികുൽ മുലൂക്കായ റബ്ബല്ലേ മിമില്ലാത്ത അഹ്മദ് നീയല്ലേ മലകുൽ മുലൂക്കായ റബ്ബല്ലേ മിമില്ലാത്ത അഹ്മദ് നീയല്ലേ മുഞ്ചേറും യാ മുഹൈമിനല്ലേ മന്നാനെ തേട്ടം കയ്യേൽക്കണേ അൽഹംദുലില്ലാഹ് എന്നോതുന്നേ ആകെയും നിന്നിൽ അർപ്പിക്കുന്നേ അഖില ചരാചരം പോറ്റുന്നേ അഹദാബാദേട്ടം തകർദാമില്ലത്തൈം പനിം മഹിയിൽ മഹാസീനെന്ന മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുമൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല് സീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടു ദുരുകനിമോള് അവളുടെ മുഴുകും പേരാണ് ഹുസ്നുൽ ജമാല് മണിവൈരം മരതകവും മാണിക്കും മതിയഴകായുള്ള മതിമിഴിയാളെ അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല് മഹിയിൽ മഹാ മറിന്റെ ചാഞ്ഞടി പോയി നേരെ മർക്കൽ മാലർ മഴവിൽ മർവർ ചാഞ്ഞടി പോയിട്ടു നേരെ മർക്കൽ മാറി അവളുടെ മധുമൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല് ഹുസ്നുൽ ജമാൽ പൂവിനെ മറിന്റെ ചാഞ്ഞടി പോയി അവിടെ മാർക്കൽ മിൻകൽ നേരെ മാർക്കൽ മാറി മർവർ ചാഞ്ഞടി പോയി നൂറ്
അവിടെ മാർക്കൽ നേരെ മാർക്കൽ മാറി മണ്ണടിവിൽ പോവിൽ പോ മർക്കം മർക്കമിൽ പോവിൽ പോ മഹിയിൽ മഹാ സീനെന്ന് മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടു ദുരുകനിമോള് അവളുടെ മധുരിതമാം പേരാണ് ഹുസൈനുൽ ജമാല് അരമനയിൽ സുൽത്താന്റെ പരിചരൻ വാസീറിന്റെ പ്രിയമകനാണ് മൊഞ്ചൻ ബദറുൽ മുനീർ അവനെ കളിത്തോഴനായി കാണുന്നു ഹുസൈനുൽ ജമാല് മഹാസീനെന്ന് മഹിമയഴും സുൽത്താൻ മലർമഴവിൽ കൂടെയോനെ കാദിമായോനെ എല്ലാം അറിയുന്ന തമ്പുരാനെ ഹല്ലാ കൂടെയോനെ കാദിമായോനെ എല്ലാം അറിയുന്ന തമ്പുരാനെ ദിക്റൊതി നിൽക്കുന്ന താരങ്ങൾ ശുക്രൊതി മേയുന്ന മേഘങ്ങൾ ദിക്റൊതി നിൽക്കുന്ന താരങ്ങൾ ശുക്രൊതി മേയുന്ന മേഘങ്ങൾ അലമല കൊണ്ട് ചിറകിട്ടടിച്ച് അലയായി നിന്നെ സ്തുതിക്കുന്നു അലമല കൊണ്ട് ചിറകിട്ടടിച്ച് അലയായി നിന്നെ സ്തുതിക്കുന്നു കല്ലാ കൂടെ എല്ലാം അറിയുന്ന തമ്പുരാനെ മക്ക ശരീഫിൽ ഹിറാ ഗുഹയിൽ ഹഖീഖ് ശബ്ദമുയർത്തുമ്പോൾ മക്ക ശരീഫിൽ ഹിറാ ഗുഹയിൽ ഹഖീഖ് ശബ്ദമുയർത്തുമ്പോൾ അത് കേട്ട് കേട്ട് നടുങ്ങും പുരാനെ ഹക്കായ മാർഗം കാട്ടണേ കല്ലാ കൂടെയോനെ കാദിമായോനെ എല്ലാം അറിയുന്ന തമ്പുരാനെ നേരെ മാമില്ലത്തെ ആലമിന്റെ റഹ്മത്ത് നബിയേ ആദിയോന്റെ അലങ്കാര നിധിയേ അഷ്റഫുൽ മഖ്ലൂഖായുള്ള നൂറേ അഹമ്മദായ മുഹമ്മദ് റസൂലേ അഹമ്മദായ മുഹമ്മദ് റസൂലേ ആലമിന്റെ റഹ്മത്ത് നബിയേ ആദിയോന്റെ അലങ്കാര നിധിയേ അഷ്റഫുൽ മഖ്ലൂഖായുള്ള നൂറേ മുഹമ്മദ് റസൂൽ അഹമ്മദായ മുഹമ്മദ് റസൂലേ ലക്ഷത്തിൽ പാരം കപ്പൽ വന്നു വന്ന കപ്പലിൽ കപ്പിത്താൻ നബിയേ ലക്ഷത്തിൽ പാരം കപ്പൽ വന്നു വന്ന കപ്പലിൽ കപ്പിത്താൻ നബിയേ ലക്ഷണമുള്ള നബിക്കായിതെല്ലാം ലക്ഷണമുള്ള നബിക്കായിതെല്ലാം ലക്ഷ്യം നേടിയ മുഹമ്മദ് റസൂലേ ലക്ഷ്യം നേടിയ മുഹമ്മദ് റസൂലേ ആലമിന്റെ റഹ്മത്ത് നബിയേ ആദിയോന്റെ അലങ്കാര നിധിയേ അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ അവനല്ലാതെ ഇലാഹില്ല സകലമറിയുന്നു സകലമറിയുന്നു അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാ
അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതാരുമില്ല ആരാധനക്കർഹൻ അവനല്ലാതെ ഇലാഹില്ല സകലമറിയുന്നു സകലമറിയുന്നു സത്യവും നീതിയും ന്യായവും ധർമ്മവും നിന്നിൽ നിന്നല്ലോ സകല സഹായ സൗഭാഗ്യങ്ങളും നീയൊരുവനിലല്ലോ സത്യവും നീതിയും ന്യായവും ധർമ്മവും നിന്നിൽ നിന്നല്ലോ സകല സഹായ സൗഭാഗ്യങ്ങളും നീയൊരുവനിലല്ലോ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡബിൾ പോയിന്റ് മണ്ണ തട്ടോടാട് ഡാമിൻകൽ മണ്ണ ചാനൽ കൂട്ട് മക്കൾ മണ്ണടിൽ കൂട്ട് മക്കൾ തട്ടോടാട് ഡാമിൻകൽ മണ്ണ ചാനൽ കൂട്ട് മക്കൾ മണ്ണടിൽ കൂട്ട് മക്കൾ തട്ടോടാട് ഡബിൾ പോയിന്റ് മണ്ണ തട്ടോടാട് ഡാമിൻകൽ മണ്ണ ചാനൽ കൂട്ട് മക്കൾ മണ്ണടിൽ കൂട്ട് മക്കൾ തട്ടോടാട് ഡാമിൻകൽ മണ്ണ ചാനൽ കൂട്ട് മക്കൾ മണ്ണടിൽ കൂട്ട് മക്കൾ തട്ടോടാട് ഡബിൾ പോയിന്റ് നേരെ മണ്ണടിൽ മർക്കം മർക്കം മണ്ണ തട്ടോടാട് ഒന്ന് രണ്ട് മൂന്ന് 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 ചിക്കോ ചിക്കോ തട്ടോടാട് ഒന്ന് രണ്ട് മൂന്ന് 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 ചിക്കോ ചിക്കോ തട്ടോടാട് ഒന്ന് രണ്ട് മൂന്ന് 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 ചിക്കോ ചിക്കോ തട്ടോടാട് ഒന്ന് രണ്ട് മൂന്ന് 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 ചിക്കോ ചിക്കോ തട്ടോടാട് ഡബിൾ പോയിന്റ് മർക്കം മർക്കം നിങ്ങളുടെ മുമ്പിലേക്ക് കാൽ ചുവടുകൾ കൊണ്ട് നൃത്താലങ്കാരത്തിൽ അത്ഭുതം തീർക്കുന്ന അറേബ്യൻ നൃത്ത ചുവടുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മറ്റൊരു അറബിക് ഡാൻസുമായിട്ട് ദഫ്ക യാ ലയാനി യതഫദ്ദൽ. طل زفت ليالينا دبكي يا محلاها وصارت نجوم السما دبكتنا تتباهى عالفرح الليل جينا والمجد بيكبر فينا وما أجمل سهرتنا اليوم مع زفة ليالينا مع زفة ليالينا
تهنينا. أحلى زف بعرس كبير، أميرة وحتى أمير، بيلبق للفرحة التقدير، وضيوفها عم تغنينا، وضيوفها عم تغنينا. حبحبني عالخدين شو هالجسارة، حبحبني عالخدين شو هالجسارة، رحت اشتكي للزين عند العزارة، يا ولم عند العزارة. العروس الحلوة يا ناس، تاج من الذهب عالراس، وعريسة كله احساس، من نبعه عم يروينا، من نبعه عم يروينا. نجمة قطبية هلت عقب الليل عليا، سمر بقى عيادة بحدني بعيون غزالة.
الله القوة بيعطينا والعرس بيحلى فينا ومع زفة ليالينا الفرحة حلوة وعمراني فرحة حلوة وعمراني ഒപ്പന ടീമിനെ ഉപകാരം നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് അഷ്റഫ് മാങ്കാവിനെയും മുഹമ്മദ് ഷരീഫ് പി എമ്മിനെയും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിൽ ടിൻ സ്റ്റാർ ഒപ്പന ടീം ലിബാ സുൽഫിക്കർ, ഫാത്തിമ സോയ നിസാർ, ഇസ മഹേഖ്, ഇനാറ കൻവൽ, സമ ഫാത്തിമ, ജോന മറിയ വർഗീസ് ആൻഡ് ആയിഷ ഇസ്ര. നേതൃത്വം നൽകിയത് മസ്തൂറ നിസാർ, നിഷാന അക്ബർ, അനു സുൽഫിക്കർ ആൻഡ് നദീറ ഷമീമ. അഹമ്മദ് അൽ മഗ്രിബി മുലാഖാത്ത് 2025. പ്രിയമുള്ളവരെ, കത്തിയെരിയുന്ന പകലുകളും കുളിരേകുന്ന രാവുകളും മരിച്ചു തീരുന്ന ആയുസ്സിനുമിടയിൽ സാമൂഹ്യ സേവനം സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു സമൂഹത്തിന്റെ അത്ഭുതപൂർവമായ വളർച്ച തീർത്തും വിസ്മയകരം തന്നെയാണ്. ചിതറാത്ത ചിന്തയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ നേർവഴിയിൽ പതറാത്ത കാൽവെപ്പുകളോടെ ഇനിയും ദാഹശമനത്തിനായി എത്തുന്നവർക്ക് സ്നേഹം കനിഞ്ഞു നൽകട്ടെ. നിരന്തര പ്രാർത്ഥനകളാൽ നമ്മെ സ്നേഹിക്കട്ടെ. ഈ പ്രവാസഭൂമിയിൽ KKMയുടെ വളർച്ച പ്രചോദനമായി തീരട്ടെ. തലമുറ കൈമാറി KKMയുടെ പതാകയെ പർവ്വത സമാനമായി പാറിപ്പറപ്പിക്കുവാൻ നിങ്ങൾക്കും കഴിയട്ടെ. ആരും തന്നെ മടിച്ചു നിൽക്കാതെ കാരുണ്യ പ്രവർത്തനം ഒരു കുളിർക്കാറ്റ് പോലെ അടിച്ചു വീശുന്ന ഈ പ്രവാസ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാവണം. Next, here we are going guest of honor. Before that, may I invite KKMA Chairman Mr. Happy Salam, KKMA President K. Bashir, KKMA Treasurer Munir Kunia, KKMA Working President KC Rafiq, KKMA Working President Zamzam Rashid. Please on stage.
At this moment, we are honored to have Colonel Mr. Haifi Mubarak Al Haifi with us. We kindly invite him to please come on stage so that we may show our respect and present a small token of our appreciation. Please come. Memento handovered by KKMA President K. Bashir Sahib. Give him big claps. Maskur, Mr. Colonel Haifi. Shukran. Sir, we are happy to hear your few words. Thank you. يعطيكم العافية. ونتمنى لكم التوفيق إن شاء الله في هذا الحفل ومنها لأعلى إن شاء الله. Thank you. Shukran. Hi everyone. Assalamu alaikum. Good evening all. We have gathered here celebrating KKMA mega event Mulakat 2025. We are truly blessed or grateful to effort, your support, love and affection towards to KKMA. Also, we need your guidance, your discipline for success of this event. Now, with your all respect, we would begin the mega event session, inaugural section. I would like to say few words in Malayalam. Sangadita Shakti, സാമൂഹ്യ നന്മയ്ക്ക് എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് ഈ കുവൈറ്റിൻ്റെ പ്രവാസ ഭൂമികയിൽ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് നാമ്പെടുത്ത ഈ പ്രസ്ഥാനം ഈ മരുഭൂമിയിൽ വളർന്നു പന്തലിച്ച് ഒരു വൻമരമായി, ഒരു തണൽ മരമായി, ഒരു നന്മ മരമായി നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിന് ഞങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, വിശ്വസിച്ചവർ, സാമ്പത്തിക സഹായം നൽകിയവർ, ഞങ്ങളിൽ നിന്നും വിട്ടുപോയവർ, മരണപ്പെട്ടു പോയവർ എല്ലാവരെയും ഇവിടെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് എന്നും നമ്മുടെ മുമ്പിൽ ഒരു നോവായി അവശേഷിക്കുന്ന ഒരുപറ്റം നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്ക്. ഏവർക്കും അറിയാം, ഈ പ്രസ്ഥാനത്തിന് വിത്തുവാക്കിയ ഞങ്ങളെല്ലാവരെയും കൂടെ ചേർത്തു പിടിച്ച, ഇന്നും പ്രവാസ ഭൂമികയിൽ മലയാളികളുടെയും ഇന്ത്യൻ സമൂഹത്തിൻ്റെയും നോവായി മാറിയ പ്രിയങ്കരനായ മർഹൂം സഗീർ സാഹിബ്, സഗീർ തിക്കരിപ്പൂർ. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തെ ജീവവായു പോലെ കൊണ്ടു നടന്ന നമ്മുടെ ഈ അടുത്ത് നമ്മെ വിട്ടുപോയ മുനീർ കോടി. ഇത്തരം വേദികളിൽ KKMAയുടെ സദസ്സുകളിൽ ഉയർന്ന പദവികൾ വഹിച്ച SM ബഷീർ സാഹിബ്, കൂടെ തന്നെ എന്നും KKMA നെഞ്ചോട് ചേർത്തിയ PT അസീസ് സാഹിബ്, മുഹമ്മദ് അലി വാർത്ത സാഹിബ്, ഇവരെയൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും ഓർത്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് KKMAയുടെ ട്രിബ്യൂട്ട്, അവർക്കുള്ള ട്രിബ്യൂട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നന്മയുടെ വിത്തുകൾ പാകി
പുതിയ ലോകത്തിലേക്ക് ഉയർന്നു പറക്കാൻ ചിറകു നൽകിയ പ്രിയപ്പെട്ടവർ, ഇഹലോകയാത്രയിൽ നിന്നും പിരിഞ്ഞുപോയിട്ടും അവർ ഇന്നും സ്നേഹമഴയായി, മായാത്ത ചെറുചിരിയായി, ഒരു സമൂഹത്തിന് അണയാത്ത ജ്വാലയോടെ പ്രകാശമായി നിലകൊള്ളുന്നു. ശാശ്വതമായ ആ ഓർമ്മകൾക്ക് മുന്നിൽ മർഹൂം സഗീർ തൃക്കരിപ്പൂർ, PT അബ്ദുൽ അസീസ്, മുഹമ്മദ് അലി അറക്കൽ, CH അബ്ദുള്ള, മുനീർ കോടി, SM ബഷീർ. അല്ലാഹു അവർക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. May I invite Mr. Nizam Nalagat, General Convener of this mega event and Vice President of KKMA for welcome speech. പ്രിയപ്പെട്ടനായ നിസാർ നാലകത്തിനെ ആദരപൂർവ്വം സ്വാഗത ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സന്തോഷകരമായ ഈ സഹായനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് കുറച്ച് അതിഥികളുള്ളത് കാരണം എൻ്റെ വെൽക്കം സ്പീച്ച് ഇംഗ്ലീഷിലാണ്. എല്ലാവരും അതോട് സഹകരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. A very good evening to all. Respected ladies and gentlemen, distinguished guests. It is with the great joy and honor that I welcome each and every one of you to KKMA Mulaqat 2025. We are truly privileged to have among us today the Honorable His Excellency Shri Sanjay Kumar Muluka, Charge d'Affaires, Embassy of India to Kuwait. We welcome, sir. We had already our Honorable Colonel Mr. Aifi Mubarakal Aifi, who already received the honor from KKMA because he had some urgent meeting today with the Ministry of Interior, so he left earlier. So we are also welcomed him and welcoming now. Now I would like to welcome respected Dr. Samir Humad, President, Indian Doctors Forum. Welcome, sir. Your esteemed presence greatly enrich this evening and reflects the strong ties we share across communities and nations. On behalf of KKMA, I extend a heart welcome to all our sponsors and supporters whose generosity and commitment have made this event very possible. A special welcome to our main sponsor, Mr. Mansoor Churi, Country Head, Ahmad Al Maghribi Perfumes. We welcome you, sir. And our esteemed co-sponsored support sponsors and community sponsors, including Mr. Matthew Wagis, CEO, Bahrain Exchange Company, Kuwait. We welcome you, sir. Mr. Muhammad Ali, President, Medex Medical Care. Mr. Rafiq Ahmad, Mango Hypermarket, Kuwait. Dr. Naushad, City Clinic, Kuwait. Mr. Sharat, Almir Group of Companies. Mr. Sivi Paul, United Logistics Company. Mr. Sunil, Phoenix Logistics International. Mr. Afsal Khan, Malabar Golden Diamonds. Mr. Azim Said Suleiman, Shifa Al Jazeera Medical Center. Mr. Ayub Kecheri, Grand Hyper Kuwait. Mr. Hamza Melakandi, NBTC. Mr. Binu, Kuwait Hygiene Company. Mr. Nasser Mujadidi, B2B General Trading. And finally, Mr. Toby George Verghese, Vice Principal, Indian Central School. To all our corporate sponsors, community sponsors, supplement sponsors, and beloved KKMA leaders and brothers and sisters, we thank you sincerely for your unwavering support. Your presence this evening is not just a gesture and goodwill. It is a testament to the unity, collaboration, and shared vision that KKMA has always cherished. Tonight, as we gather under the banner of Mulaqat 2025, we celebrate more than just an event.
we celebrate relationship, aspirations, and a collective spirit of community. Let this evening be a time of reflection, recognition, and renewed connections. That's called Connect to KKMA. Let us take this opportunity again to strengthen our bonds and continue to move forward together in service, solidarity, and in hope. Once again, I extend a warm and heartfelt welcome to each and every one of you tonight. Thank you for being here, and may you all have a truly wonderful evening. I wish for everyone tonight. Thank you so much for all of you. Thank you. Thank you, Mr. Nisam Nalagat. Next, may I invite our beloved chairman, AP Salam Saib, on the stage for presidential address. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച മുലാഖാത്ത് 2025 കടന്നു വന്ന മുഴുവൻ ആളുകളെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം കാൽനൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. കുവൈറ്റിൻ്റെ ഈ പ്രവാസ ഭൂമികയിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും ചരിത്രം കുറിച്ചെഴുതാൻ സാധിക്കാത്ത വിധം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, സാമൂഹിക രംഗത്ത്, ആതുര സേവന രംഗത്ത്, സോഷ്യൽ പ്രൊജക്റ്റിൻ്റെ രംഗത്ത്, മറ്റ് മെഡിക്കൽ വിഭാഗ രംഗത്ത്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത 1000 പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മഹാസംഗമവേദി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുവൈറ്റിൻ്റെ ഈ ഭൂമികയിൽ പാരാപോലം പരന്നു കിടക്കുന്ന ഈ ജനസാഗരം കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിലൊരു സാക്ഷ്യപത്രമാണെന്ന് ഏറെ സന്തോഷത്തോടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതവും ആശംസവും നേരേണ്ടതില്ല. നമുക്ക് സമയം വളരെ പരിമിതമാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് കലാപരിപാടികൾക്കാണ്. അവിടെ ഒരു തടസ്സമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ മഹാസഞ്ചയത്തിൻ്റെ, മഹാജനസാഗരത്തിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മർഹൂം സഹീർ സാഹിബിനെ ഒരു വേള സ്മരിക്കാതെ എനിക്ക് പോകാൻ സാധിക്കില്ല. 2002 ഫെബ്രുവരി 15 കുവൈറ്റിൻ്റെ ഈ ഭൂമികയിൽ വിളംബര സമ്മേളനം വഴി ഒരു മഹാപ്രസ്ഥാനം കുവൈത്തിൽ ജനിക്കുന്നു എന്ന് ഈ മാലോകരോട് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചതും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് സാധിച്ചതും ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഒരിടത്ത് പോലും പതറാതെ തളരാതെ മുന്നോട്ട് പോകാൻ ഈ മഹാപ്രസ്ഥാനം സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ കയ്യൊപ്പാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ ജനനായകന്മാർക്കും, നമ്മുടെ സ്പോൺസർമാർക്കും, നമ്മുടെ എംബസിയുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ്, മറ്റുള്ള ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ എനിക്ക് മുമ്പിൽ ഇരുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം വളരെ പരിമിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട വനിതാ സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ, ഇതിൻ്റെ അനുഭാവികൾ, മുഴുവൻ ആളുകളോടും ഈ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹം മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. It is our privilege to have Mr. Sanjay K. Muluka, Chargé d'Affaires, Indian Embassy to Kuwait, with us today. With a great respect, I invite him to please join us on stage for the inauguration of our mega event. Sir, please. Salam, namaskar and good evening. Honestly to say, in last 20 months I have attended very few events with such a vibe, and I thank KKMA for doing such an event with such a huge crowd. Thank you. I'm very honored and happy to be in this event on behalf of the embassy and larger Indian community. I want to congratulate KKMA for completing 25 years of their association. And I would like to tell that, you have plenty of community associations in Kuwait. Even embassy itself have more than 200 registered associations. But KKMA is very different among those associations. The initiatives, whatever they have taken in healthcare, education, community support,
social responsibility. It's very commendable and inspiring to other associations also. KKMA they keep on continuing these kind of initiatives. As part of my profile, I have been interacting with many of the schools. Being with a big network, KKMA, I want to throw some, just a thought. If possible, please organize a career counseling to Indian students in Indian schools, because a lot of Indian students, they are not aware of much about opportunities in India, whether it in public sector, whether it is UPSC, whether it is state service examination, whether it is PSU. So there are many opportunities they should know, and if possible, you can bring many experts, many retired bureaucrats, so that the schools can benefit from their experiences. I also congratulate bringing so many artists from India, so that the young generation here get connected to their roots. And I wish all the success, whatever your future events you are keep on doing. Congratulations once again. Thank you. Thank you, Mr. Sanjay sir. Your wonderful, meaningful words. Next, may I invite our beloved President, Mr. K. Bashir, for keynote address onto stage. Assalamu alaikum wa rahmatullah. Good evening all. പാട്ട് കേൾക്കാനുള്ള ആകാംക്ഷയോട് കൂടിയുള്ള ഈ ഇരുത്തത്തിൽ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നറിയാം. പക്ഷേ ഒരു സംഘടന സംഘടിപ്പിക്കുമ്പോൾ, ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴുള്ള ഔപചാരികത മനസ്സിലാക്കി നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷനെ ഈ സദസ്സിന് മുന്നിൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ 25 വർഷക്കാലമായി കുവൈത്തിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നേയില്ല. ഈ മനോഹരമായ സായാഹ്നത്തെ ധന്യമാക്കാൻ ഇവിടെ എത്തിയ മുഴുവൻ ആളുകളോടും കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ്റെ ഹൃദയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രവാസം 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടേറെയുണ്ട്. ഒരു കാലത്ത് സ്വന്തം കുടുംബത്തെ പ്രയാസമില്ലാതെ പോറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവാസം തിരഞ്ഞെടുത്തവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. പായക്കപ്പലിലും ലോഞ്ചിലുമൊക്കെ ഇവിടെ എത്തിയവർ. പക്ഷേ ഇന്ന് 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രവാസത്തിൻ്റെ മുഖം പൂർണ്ണമായി തന്നെ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ, തൊഴിൽ മേഖലയിലും വ്യാപാര വ്യവസായ മേഖലയിലും ഉന്നതമായ സ്ഥാനങ്ങൾ കീഴടക്കി പുരോഗതി പ്രാവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് അഭിമാനപൂർവം നമുക്ക് ആരുടെ മുന്നിലും പറയുവാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ 60 വർഷം മുമ്പ് പ്രവാസം തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം, സ്വന്തം കുടുംബത്തെ പോറ്റുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിഭാഗത്തിൻ്റെ എണ്ണത്തിൽ ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർക്ക് പ്രവാസ ലോകത്ത് ആഘോഷങ്ങളില്ല, ആരവങ്ങളില്ല. അവർ ഇപ്പോഴും ജോലിയും മുറിയുമായി ജീവിതത്തോട് മല്ലടിക്കുകയാണ്. ഈ പ്രവാസ ലോകത്തു നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പ്രവാസ ലോകത്തെ
നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം പൂർണ്ണമാകുമോ എന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 20-30 വർഷം പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടും സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ മാരകമായ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട് സ്വന്തം ചികിത്സക്ക് മറ്റുള്ളവരോട് കടം വാങ്ങേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗത്തെ നമുക്ക് ഈ പ്രവാസ ലോകത്ത് കാണുവാൻ സാധിക്കും. ഇവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവരുടെ കണ്ണുനീരും പ്രയാസങ്ങളും കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ നിലകൊള്ളുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ മറക്കുന്നില്ല, കഴിഞ്ഞ 24 വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിൽ ഉദാരമതികളായ കുവൈത്തിലെ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് നമുക്കൊട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നാം ചെയ്തത് അത്രയും ചെയ്യാനുള്ളതിൻ്റെ 10% പോലും ആയിട്ടില്ല എന്നാണ് നമുക്ക് കണക്കുകൾ നമ്മളോട് പറയുന്നത്. പലപ്പോഴും അഭിമാനം മറ്റുള്ളവൻ്റെ മുമ്പിൽ പണയം വെക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് മാത്രം ചികിത്സകൾ പോലും മുടക്കി റൂമുകളിലും വീടുകളിലും കഴിയുന്ന ഒരുപാടേറെ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. 20-25 വർഷം വീടുകളിലും അതുപോലെ കുറഞ്ഞ വരുമാനത്തിന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വന്തം ചികിത്സ ഭാവിയിൽ അവർക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇവരുടെ പ്രയാസങ്ങൾ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇവർക്കാവശ്യമായ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മാത്രമേ പ്രവാസ ലോകത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകൂ എന്ന് നിങ്ങളെ ഉണർത്തുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇനിയും കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷനെ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനയിൽ വ്യാപൃതരായ എല്ലാവർക്കും ഉണ്ടാകണം. നമുക്കവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു ബഷീർ സാഹിബ്. കഴിഞ്ഞ 24 വർഷം KKMA വിവിധ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഒരുപാട് പേർക്ക് ആവേശം നൽകിയ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇതാ ഒരു ഡോക്യുമെന്ററിയിൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. വീഡിയോ പ്ലീസ്. കണക്ട് KKMA. കുവൈറ്റ് സ്വദേശികളെക്കാൾ എത്രയോ ഇരട്ടി വിദേശികൾ ജീവിതം തേടിയെത്തിയ നാട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ. അവരിൽ തന്നെ മലയാളികളാണ് ഏറെ. അരനൂറ്റാണ്ടിലേറെയായി മലയാളികൾ അന്നം തേടി കുവൈറ്റിന്റെ മണ്ണിൽ എത്താൻ തുടങ്ങിയിട്ട് എത്രയോ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ഈ രാജ്യത്തിന്റെ സമ്പത്ത് തുണയായിട്ടുണ്ട്. ഈ മരുഭൂമിയിലേക്ക് ജോലിക്കായി കടൽ കടന്ന് എത്തുന്ന ഓരോ മനുഷ്യനും സ്വന്തം ജീവിതം മുതൽ മുടക്കായി തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ബഹുഭൂരിപക്ഷം പ്രവാസികളും അവിദഗ്ധ തൊഴിലാളികളുടെ ഗണത്തിൽ പെടുന്നവരാണ്. വലിയ വിദ്യാഭ്യാസമോ ഉയർന്ന യോഗ്യതകളോ ഇല്ലാത്ത ഏറ്റവും സാധാരണക്കാർ. ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഉണ്ടാവാമെങ്കിലും പലപ്പോഴും ഗൾഫ് ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വരുമ്പോൾ തുണയാവുന്നത് പ്രവാസി സംഘടനകളാണ്. മലയാളി കൂട്ടായ്മകൾ ഉൾപ്പെടെ എത്രയോ പ്രവാസി സംഘടനകൾ കുവൈറ്റിൽ സജീവമാണ്. പലപ്പോഴും ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉറ്റവരേക്കാൾ തുണയാവുന്നത് ഇങ്ങനെയുള്ള സംഘടനകളാണ്. KKMA കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ കഴിഞ്ഞ 24 വർഷത്തോളമായി കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റിലെ ഏറ്റവും അംഗസംഖ്യമുള്ള പ്രവാസി സംഘടന. അംഗങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വൈവിധ്യവും വൈപുല്യവുമാർന്ന വിവിധ പദ്ധതികളിലൂടെ സംഘടനാ മെമ്പർമാർക്കും മതജാതി ദേശഭാഷ വ്യത്യാസം ഇല്ലാതെ കുവൈറ്റിലെ പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ നാട്ടിലും സമൂഹത്തിനും വ്യക്തികൾക്കും ഗുണകരമായ ഒട്ടേറെ പദ്ധതികളിലൂടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ സംഘടനയാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ. മരുഭൂമിയിലെ തണൽ മരമായി മാറിയ പ്രവാസി കൂട്ടായ്മ. സംഘടിത ശക്തി സമൂഹ നന്മയ്ക്ക് എന്നതാണ് KKMAയുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തെ അനർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ 2 പതിറ്റാണ്ടിലേറെയായി ഈ സംഘടന ഓരോ അംഗങ്ങൾക്കും അഭിമാനമായി നിലകൊള്ളുന്നു.
കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനിൽ ഒരാൾ അംഗമാകുന്നത് ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടുകൂടിയാണ്. അത് മറ്റൊന്നുമല്ല, ഈ സംഘടനയിലെ ഒരു അംഗം കുവൈറ്റിൽ പ്രവാസിയായിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫാമിലി ബെനിഫിറ്റ് സ്കീമിൽ സംഘടന നിശ്ചയിക്കുന്ന ഒരു തുക അതാത് സമയങ്ങളിൽ നൽകിക്കൊള്ളാമെന്ന് കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ഒരാൾ KKM-ൽ അംഗമാകുന്നത്. ഫാമിലി ബെനിഫിറ്റ് സ്കീം അഥവാ FBS. ഒരാൾ പ്രവാസിയായി കടൽ കടക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമായാണ്. തൻ്റെ കുടുംബം നോക്കാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, ജീവിത പങ്കാളിക്ക് അന്തസ്സായ ജീവിതം കൊടുക്കാൻ, മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ, ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി മരുഭൂമിയിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസി അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോൾ പാതി വഴിയിലായി പോയ അയാളുടെ സ്വപ്നങ്ങൾക്ക് തുടർച്ച നൽകുകയാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ FBS-ലൂടെ. മകന്റെ മരണത്തോടെ ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ, അനാഥരായി പോകുന്ന മക്കൾ, തുണയില്ലാതായി പോകുന്ന ഭാര്യ, ഇവരെയൊക്കെയും സാമ്പത്തികമായി ആശ്രയിച്ച് പ്രിയപ്പെട്ടവൻ ഇല്ലാതാകുമ്പോൾ ഫാമിലി ബെനിഫിറ്റ് സ്കീം എന്ന പദ്ധതിയിലൂടെ എല്ലാ അംഗങ്ങളും ചെറിയൊരു തുക സംഘടനയിലേക്ക് നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് താങ്ങായി മാറുകയാണ്. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സഹായിക്കാവുന്നതിലും വലിയൊരു തുകയാണ് ഒരു അംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് സഹജീവികൾ ചേർത്ത് നൽകുന്നത്. ഇത് ആരുടെയും ഔദാര്യമല്ല, മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിന്റെ അവകാശമാണ്. കഴിഞ്ഞ 24 വർഷങ്ങളായി അനാഥമായ 296 കുടുംബങ്ങൾക്കാണ് KKM തണൽ നൽകിയത്. ഇതിൽ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിങ്ങനെ മരണപ്പെട്ട ആളുടെ ആശ്രിതരായ ഉറ്റവർക്കാണ് KKM സഹായം നൽകിയത്. മാത്രമല്ല, പിതാവ് മരണപ്പെടുന്നതോടെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് മക്കളുടെ പഠനം വഴിമുട്ടി പോവാതെ കുട്ടികളുടെ തുടർ പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായവും കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ നൽകുന്നു. MWS അഥവാ മെമ്പേഴ്സ് വെൽഫെയർ സ്കീം. ഒരു KKM അംഗത്തിന് അപ്രതീക്ഷിതമായ ജോലിയിലെ എന്തെങ്കിലും പ്രശ്നം കാരണം കുവൈറ്റിലെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ, അയാൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളാണെങ്കിൽ ഒരു നിശ്ചിത തുക KKM അംഗത്തിന് സാമ്പത്തികമായി സഹായിക്കുന്നതാണ് മെമ്പേഴ്സ് വെൽഫെയർ സ്കീം. KKM മാഗ്നറ്റ് ടീമിലൂടെ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുകയും പ്രയാസം അനുഭവപ്പെടുന്ന ഉറ്റവരില്ലാത്തവർക്ക് വേണ്ട സഹായം നൽകുകയും ചെയ്യുന്നു. അതുപോലെ നിസ്സാരമായ കേസുകളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്നവർക്ക് കഴിയുന്ന രീതിയിൽ സഹായവും ചെയ്യുന്നു. കുവൈറ്റിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും KKM ഒരുക്കുന്നു. കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല KKM പ്രവർത്തനങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളിലും മംഗലാപുരത്തുമായി KKM ഡയാലിസിസ് സെന്ററുകൾ 2 പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചു വരുന്നു. സർക്കാർ തലത്തിൽ പോലും ഡയാലിസിസ് സെന്ററുകൾ ഏറെയില്ലാത്ത കാലത്താണ് KKM ഡയാലിസിസ് സെന്ററുകളിലൂടെ ആയിരക്കണക്കിന് വൃക്ക രോഗികൾക്ക് സാന്ത്വനമാകുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ടത്. KKM എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പിറകിൽ ദീർഘവീക്ഷണത്തോടെയും കൃത്യമായ കാഴ്ചപ്പാടോടെയും നേതൃത്വം നൽകിയ KKM സ്ഥാപക നേതാവും വഴികാട്ടിയുമായ മർഹൂം സഗീർ തൃക്കരിപ്പൂർ എന്ന ആദരണീയ വ്യക്തിത്വത്തിന്റെ സ്മരണയിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്വന്തമായി ഒരു ഡയാലിസിസ് സെന്റർ കൂടെ KKM ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികളിലൂടെ ജാതി മതഭേദമന്യേ എത്രയോ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവജലം നൽകാൻ KKM കുടിവെള്ള പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിനായി പുറപ്പെടലാണ് മസ്ജിദുൻ നബവിയിൽ ഇർതികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യകരം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി. സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് ആശ്വാസമായി തണലായി കൂടെ നിൽക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ആത്മീയവും ദീനിപരമായ പ്രവർത്തനങ്ങളിലും കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഒട്ടും പിറകിലല്ല. ഉംറ യാത്രകൾ, റമദാൻ മജ്ലിസുകൾ, മതപഠന വേദികൾ, ഇഫ്താർ സംഗമങ്ങൾ തുടങ്ങി കുവൈറ്റിലെ പ്രവാസികൾക്കായി ദീനീ പ്രവർത്തന രംഗത്തും KKM വളരെ സജീവ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ KKM മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 തുടങ്ങിയ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവാർഡ് നൽകുകയും അവരുടെ ഭാവിക്ക് വേണ്ട പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ബുദ്ധി കൊണ്ട് സമ്പന്നരും സമ്പത്ത് കൊണ്ട് ദരിദ്രരുമായ ഉയർന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠനത്തിന് വേണ്ട സാമ്പത്തിക പിന്തുണ നൽകുകയും ജീവിതത്തിൽ ഉയർന്ന നിലകളിലേക്ക് എത്താൻ KKM വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്ക് സഹായമായി കൂടെ നിൽക്കുന്നുണ്ട്.
കുടുംബ സംഗമങ്ങളും കലാകായിക മത്സരങ്ങളും സർഗപരമായും കായികപരമായും കഴിവുള്ളവർക്ക് അതിനുള്ള വേദികളും പ്രവാസ ലോകത്ത് KKMA ഒരുക്കി കൊടുക്കുന്നു. വർഷങ്ങളായി കുവൈറ്റിൽ പ്രവാസിയായി കഴിഞ്ഞിട്ടും ഒരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത അംഗങ്ങൾക്ക് വേണ്ടി ഹൗസിംഗ് പ്രോജക്റ്റും അതുപോലെ മാരക രോഗം ബാധിച്ചവർക്കുള്ള മെഡിക്കൽ സഹായവും KKMAയുടെ നിത്യരോഗികളായി മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാവ മനുഷ്യർക്കും എല്ലാ മാസവും മെഡിക്കൽ സഹായമായി KKMA സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വരുന്നു. പിറന്ന നാട് വിട്ട് ഒരാൾ പ്രവാസിയായി മാറുന്നത് സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ച് മാത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്ന മാനസികമായ ഉയർച്ചയും വളർച്ചയും ഒരുപാട് വലുതാണ്. ഇറവെള്ളം മഹാസമുദ്രമായി മാറുന്ന വളർച്ച, മരുഭൂമിയിലെ പ്രവാസവും പ്രവാസ ദേശങ്ങളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരും പകർന്നു നൽകുന്ന ഈ നന്മ കൂടിയാണ് പ്രവാസികളെ കൂടുതൽ ഹൃദയ വിശാലതയുള്ള മനുഷ്യരാക്കുന്നത്. അതാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനിലെ ഓരോ അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും ജീവിതം. കുവൈറ്റ് പ്രവാസം കൊണ്ട് എന്ത് നേടി എന്നതിന് ഉത്തരമായി ഈ സംഘടനയിലെ ഓരോ അംഗത്തിനും അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ KKMA അംഗമായിരുന്നു എന്ന്. ഈ അംഗത്വം എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, എത്രയോ മനുഷ്യർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കാരണമായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സംഘടന കൊണ്ടുള്ള നേട്ടവും. മരുഭൂമിയിലെ തണൽമരമായി മാറിയ സാധാരണ മനുഷ്യരുടെ കൂട്ടായ്മയാണ് KKMA. ഈ യാത്രയെ കരുത്തുറ്റാക്കിയത് ഒരുമിച്ച് ചേർന്ന് താങ്ങി നിന്ന നന്മ മനസ്സുകളും കരുണ നിറഞ്ഞ പങ്കാളിത്തവുമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ ഹസ്തങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. Our heartfelt thanks to documentary team. അടുത്തതായി ഈ വേദിയിൽ KKMA ഒരു മഹത് വ്യക്തിയെ ആദരിക്കുകയാണ്. അതിനു മുമ്പ് ആദരണീയ ചെയർമാൻ AP അബ്ദുൽ സലാം സാഹിബ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് K ബഷീർ സാഹിബ്, ട്രഷറർ കുനിയ സാഹിബ്, വർക്കിംഗ് പ്രസിഡന്റ് KC റഫീഖ് സാഹിബ്, സംസം റഷീദ് സാഹിബ്, നിസാം നാലാഗത്ത് സാഹിബ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ ജനിച്ച് പഠനം ഉപേക്ഷിച്ച് 1978 ചെന്നൈയിൽ തുടങ്ങി 1985 മുതൽ 4 പതിറ്റാണ്ടുകാലം കുവൈറ്റിൽ വിവിധ ജോലികൾ ചെയ്തു. പിന്നീട് കഠിനാധ്വാനം, ഇച്ഛാശക്തി, അർപ്പണബോധം എന്നിവ കൊണ്ട് തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹത് വ്യക്തിയാണ് മിസ്റ്റർ ഡോക്ടർ K അബ്ദുള്ള ഹംസ. ദഹ്ലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയും അതിൻ്റെ ചെയർമാനുമാണ് ഇപ്പോൾ. ഇന്ത്യ, കുവൈറ്റ്, ഒമാൻ, യൂറോപ്പ്, ജോർജിയ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായ ശൃംഖല വ്യാപിച്ചു കിടക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും നോക്കിക്കൊണ്ട് പൂർണ്ണമായ കാൽവെപ്പുകളിലൂടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വമാണ് K അബ്ദുള്ള ഹംസ. ഒരു ഹോട്ടൽ വെയിറ്ററായി തുടങ്ങി പിന്നീട് ഷെഫായും ഒടുവിൽ കുവൈത്ത്, ഒമാൻ, യൂറോപ്പ്, UK, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു നിൽക്കുന്ന പ്രശസ്തമായ ദാഹില ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഹോസ്പിറ്റാലിറ്റിയുടെ ആഗോള ഭൂപടത്തിൽ അദ്ദേഹം സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ വിജയത്തിലേക്ക് നയിച്ചത് വെറും ബിസിനസ് തന്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ആഴമുള്ള വിനയം, മനുഷ്യനെ മാനിക്കുന്ന മനോഭാവം, തൊഴിലാളികളെ കൂട്ടായി വളർത്തുന്ന മാനവികത എന്നിവയാണ്. അതാണ് അദ്ദേഹത്തെ വ്യവസായ ലോകത്ത് ഒരേ സമയം നല്ലൊരു സംരംഭകനായും മനുഷ്യനായും മാറ്റുന്നത്. I would like to invite Mr. Abdullah Hamza. Please come on stage to receive our token of love. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. ഈ ഒരു വലിയ സായം സന്ധ്യ സംഗീതം കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗവുമായി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ എന്ന വലിയ ഒരു സംഘടന, അതിൻ്റെ ഡോക്യുമെൻ്ററിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായി കാണുകയുണ്ടായി. നിങ്ങളും അത് ശ്രവിച്ചിട്ടുണ്ടാവും. ഇത്ര വലിയൊരു സംഘടനയുടെ കീഴിൽ ഒരാദരവ് ലഭിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാതെ പോയാൽ അത് ഗുരുത്വദോഷമാവും, നന്ദി കേടാവും. അതുകൊണ്ടാണ് സംഘാടകരിൽ നിന്ന്
മൈക്ക് പിടിച്ചു വാങ്ങി ഞാൻ 2 വാക്ക് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാ, ലോകരക്ഷിതാവായ നാഥൻ്റെ അനുഗ്രഹവും കരുണയും കടാക്ഷവും നമ്മളിൽ എല്ലാവരും വർഷിക്കട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ 1985 കുവൈറ്റിലേക്ക് വന്നൊരു പ്രവാസിയാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകും. എന്തായിരുന്നു അന്നത്തെ അവസ്ഥ എന്ന് എല്ലാം മനസ്സിലാവും. ഇന്നതല്ല. ഇന്ന് കാലം വളരെ മുന്നേറി. നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങി ആ നിമിഷം മുതൽ വീഡിയോ കോളിലൂടെയും നമ്മുടെ വീടുകളൊക്കെ കണ്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം കണ്ട് പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു വിഷമ കാലഘട്ടം ഇല്ലാതായിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. എനിക്കിപ്പോൾ ഇവിടെ ഒരു പ്രവാസി വ്യവസായി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ എന്ന നിലക്ക് അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 27-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി. അതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നത് ഈ നാടിനോടാണ്. ഇവിടെ നിന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ നടത്താൻ എനിക്ക് താക്കത്ത്, എനിക്ക് അതിനുള്ള സമ്പാദ്യം തന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഭാഗം മാത്രമാണ് ഈ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ കീഴിൽ എനിക്ക് കിട്ടുന്ന ആദരവ്. കാരണം ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ദാലിയ ഗ്രൂപ്പിൻ്റെ ദാലിയ കുടുംബാംഗങ്ങൾ എന്നാണ് അവരെ വിശേഷിപ്പിക്കുക. കാരണം അവരുടെ അധ്വാനം, ഒരു വ്യവസായം തുടങ്ങി അതിന് പൈസ ഉണ്ടാവേണ്ട മാത്രമായില്ല, അതിനെ നല്ല രീതിയിൽ നടത്തുവാനുള്ള പ്രഗത്ഭരായിട്ടുള്ള കഠിനാധ്വാനികളായിട്ടുള്ള ഒരു തൊഴിലാളികൾ, അവരെ ദാലിയ ഗ്രൂപ്പിൻ്റെ ആ കുടുംബാംഗങ്ങളാണ് എന്നെ ഈ നിലയിൽ ഈ പുരസ്കാരം ഒരു ഡോക്ടറേറ്റ് വാങ്ങാൻ എനിക്ക് കഴിവ് തന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് കിട്ടുന്ന വേതനം, ആ പ്രോഫിറ്റാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പുരസ്കാരം, ഈ ഡോക്ടറേറ്റ് ഈ നാടിനും ഈ എന്നെ സഹായിച്ച ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. പിന്നൊരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ എവിടെയും കാണപ്പെടുന്നു പ്രവാസ ലോകത്തിൽ ഇവിടെ മുൻ പ്രസംഗിച്ച ആളുകളെല്ലാം അവരുടെ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ പറയുകയുണ്ടായി. വിജയിച്ച ആളുകളെ മാത്രമേ നാം കാണുന്നുള്ളൂ. പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ എങ്ങും എത്താതെ, കെട്ടിയ തറയിൽ വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ, അതുപോലെ തന്നെ മക്കളുടെ കല്യാണത്തിനെടുത്ത ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കാണ് ഇന്ന് കിട്ടിയ KKMയുടെ ആദരവ് ഞാൻ സമർപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്, കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ചാരിറ്റി പ്രവർത്തനം നമ്മുടെ കടമയായിട്ട് ഞാൻ കാണുന്നത്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്താൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. അതിനിടയിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിലുള്ള നന്മ തിന്മകൾ മാത്രമാണ് നമ്മളോടൊപ്പം ഖബറിലേക്ക് പോകുന്നത് എന്നത് ഒരു വലിയ സത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വലിയ സദസ്സും ഈ അനുമോദനങ്ങളും ഈ ഡോക്ടറേറ്റും ആശംസകളും അഭിനന്ദനങ്ങളും കാണാൻ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് എന്നോടൊപ്പം ഇല്ല എന്നുള്ളൊരു വേദനാജനകമായിട്ടുള്ള കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങളോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞാൻ നേടുന്നതെല്ലാം എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ള ഉറച്ച സന്ദേശം മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര. ആ യാത്രയിൽ അഹങ്കാരമില്ലാതെ, കഴിഞ്ഞതെല്ലാം മറക്കാതെ നല്ല രീതിയിൽ പോകാൻ എനിക്ക് അനുമോദനങ്ങളും ആശംസകളും നൽകുന്ന നിങ്ങളെല്ലാവരും ദുആ കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. നമ്മളുടെ എല്ലാമായ സ്പോൺസേഴ്സ്, അവർക്കുള്ള ഒരു ഉപഹാരം. സോ വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ മൻസൂർ ചൂരി Ahmed Al-Maghribi, our main sponsor, Mr. Mansoor Churi, Ahmed Al-Maghribi Perfumes. Mr. Mansoor Churi, Ahmed Al-Maghribi Perfumes. അദ്ദേഹത്തിന് മൊമന്റോ കൊടുക്കുന്നതിനായി മിസ്റ്റർ AP അബ്ദുൽ സലാം സാഹിബ് അദ്ദേഹത്തിന് മൊമന്റോ നൽകി ആദരിക്കുന്നു. Mr. Mansoor Churi, Ahmed Al-Maghribi Perfumes. Thank you, Mr. Mansoor Churi.
നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു. We would like to move on to the next sponsor, Mr. Matthew Verghese, Bahrain Exchange Company, and Mr. K. Bashir is handing over the memento to Mr. Matthew Verghese, Bahrain Exchange Company. Mr. Matthew Verghese onto the stage, Bahrain Exchange Company. Mr. K. Bashir is handing over the memento to Mr. Matthew Verghese, Bahrain Exchange Company. Thank you, sir, thank you. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. Bahrain Exchange Company, Mr. Matthew Verghese. Next, I would like to welcome Mr. Muhammad Ali, Operation Manager, Mango Hyper, to receive the memento. Mr. Muhammad Ali, Operations Manager, Mango Hyper. And Mr. Munir Kunia is going to hand over the memento to Mr. Muhammad Ali, Operations Manager, Mango Hyper. Mr. Munir Kunia to Mr. Muhammad Ali, Mango Hyper. Thank you, Mr. Muhammad Ali. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് നന്ദി. And next on to the stage, Mr. Muhammad Ali, Medex Medical Care Group. Mr. Muhammad Ali, Medex Medical Care Group. And I would like to welcome Mr. Nizam Nalagar to hand over the memento to Mr. Muhammad Ali, Medex Medical Care Group Chairman. Mr. Muhammad Ali, Medex Medical Care Group. Mr. Nizam Nalagar is handing over the memento. Thank you, Mr. Muhammad Ali, Medex Medical Care Group, for your valuable support. Mr. Muhammad Ali, Medex Medical Care Group, thank you. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി. And next on to the stage, Mr. Sajad Javed, CEO, Mr. Abdul Sattar, CFO, and Mr. Milan Jalil, Khaitan Branch Manager, all from City Clinic Group. Mr. Sajad Javed, Mr. Abdul Sattar, and Mr. Milan Jalil. Mr. K.C. Rafiq is going to give the memento to Mr. Sajad Javed, Mr. Abdul Sattar, and Mr. Milan Jalil. Thank you, City Clinic Group, for your valuable support towards KKMA Mulaqat 2025. Thank you, Mr. Sajad Javed, Mr. Abdul Sattar, Mr. Milan Jalil, all from City Clinic Group. Thank you all for your valuable support. And next on to the stage, Mr. Sharath from Almir Technical Services. Mr. Sharath, Almir Technical Services, and Mr. Zamzam Rashid is going to hand over the memento to Mr. Sharath, Almir Technical Services. Mr. Sharath onto the stage from Almir Technical Services, and Mr. Zamzam Rashid is going to hand over the memento to Mr. Sharath. Thank you, Mr. Sharath, Almir Technical Services, for your valuable support towards KKMA Mulaqat 2025. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി. And we are next to inviting Mr. Imran, Corporate Manager, United Logistics Company. Mr. Imran, Corporate Manager, United Logistics Company, onto the stage to receive the memento from Mr. K.C. Karim. Mr. K.C. Karim is handing over the memento to Mr. Imran, Corporate Manager, United Logistics Company. Thank you, Mr. Imran, United Logistics Company. Thank you for your valuable support. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി. And moving to the last but not the least, Mr. Sunil, Phoenix Logistics Company, and Mr. Sulfikar MP is handing over to the memento
to Mr. Sunil, Phoenix Logistics Company. Mr. Sunil, on to the stage. Mr. Sunil, on to the stage. Phoenix Logistics Company. Mr. Zulfikar MP is handing over. Mr. Zulfikar MP to Mr. Sunil, Phoenix Logistics Company. Thank you, Mr. Zulfikar MP, for your valuable support. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി. ഇങ്ങനെയുള്ള സ്പോൺസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു രാവ് നിങ്ങളുടെ മുമ്പിൽ സാധ്യമാകില്ലായിരുന്നു. താങ്ക് യു ലീഡേഴ്സ്. Thank you, leaders. Once again, thank you, leaders. Mr. K. Bashir, please be onto the stage. And I would like to welcome Mr. O.M. Shafi and Mr. Naufal Eti for the next session. പ്രിയമുള്ളവരെ, അടുത്തതായി മെമ്പർഷിപ്പ് ഫ്ലയർ ഹാൻഡ് ഓവറാണ്. ഇത് കൊടുക്കുന്നതിന് വേണ്ടി കെ ബഷീർ സാഹിബിനെയും O.M. ഷാഫി രണ്ടത്താണി, നൗഫൽ എടി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ അനീഷ് അബ്ദുൽ ഖാദറാണ്. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തെ മേ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് ഡോക്ടർ അനീഷ് അബ്ദുൽ ഖാദർ കുഞ്ഞു ടു പ്ലീസ് കം ഓൺ സ്റ്റേജ് ടു റിസീവ് അവർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഫ്ലയർ 2026-2027. വർഷം KKMA രജത ജൂബിലിയിലേക്ക് കടക്കുകയാണ്. 25,000 മെമ്പർമാർ എന്ന ലക്ഷ്യവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ നാളെ മുതൽ ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഇനിയും ഇതിനോട് വരാത്ത ആളുകളെല്ലാം വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് ഈ വേദിയിൽ അരങ്ങേറുന്നത് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയ മുലാഖാത്ത് 2025 സപ്ലിമെന്റ് റിലീസാണ്. അതിനുവേണ്ടി വേദിയിലേക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥി മിസ്റ്റർ ഷിഫാൻ നട്സിനെയും ഇതിൻ്റെ ജനറൽ കൺവീനർ മിസ്റ്റർ നിസാം നാലകത്തിനെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സപ്ലിമെന്റ് ടീം നിജാസ്, ഷബീർ, സജ്ബീർ അലി, ഷാഫി, റിഹാബ് ഇവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ നിജാസ്, സജ്ബീർ അലി, ഷാഫി, മിസ്റ്റർ റിഹാബ് നമ്മുടെ മുലാഖാത്ത് 2025 സപ്ലിമെന്റ് റിലീസ് ചെയ്യുന്നത് ആദരണീയനായ ജനറൽ കൺവീനർ മിസ്റ്റർ നിസാം നാലകത്ത്, അത് ഏറ്റുവാങ്ങുന്നത് മിസ്റ്റർ ഷിഫാൻ നട്സ്. വലിയൊരു കയ്യടി കൊടുക്കാം. അടുത്തതായി സപ്ലിമെന്റിന്റെ ഡിജിറ്റൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മിസ്റ്റർ നെയ്യം, ഫൈസൽ ഇവർക്കുള്ള ഞങ്ങളുടെ അഗൈതവുമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. Que vão legalizar a erva da Jamaica. E se for verdade a rua vai ver a fumaça. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമിന്റെ വൈസ് ചെയർമാനും KKMയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ KC റഫീഖ് സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Assalamu alaikum wa rahmatullahi wa barakatuh. A very good evening to all gathered here. As we come to the close of this memorable gathering, KKMA Mulaqat 2025,
it's my honor and privilege to deliver the vote of thanks on behalf of the entire family of KKMA. First and foremost, we bow the gratitude of Almighty Allah subhanahu wa ta'ala, whose grace and blessing have made this evening a grand success. We are deeply honored the presence of our guest, Honorable Sri Sanjay Kumar Mulika, Charge of Affairs, Embassy of India to Kuwait, Honorable Colonel Haifi Mubarak Barak Al-Haifi, Ministry of Interior, State of Kuwait, respected Dr. Samir Ahmad, President, Indian Doctors Forum, Kuwait, respected Dr. Abdullah Hamza, Chairman, Dalia Hospitality Group, Kuwait. Your esteemed presence has not only added immense value to our event, but has also refined the importance of cultural dialogue and unity among the communities. Thank you so much for your gracious and participation. To our main sponsors, Mr. Mansoor Churi, Country Head, Ahmed Al-Maghribi Perfumes Company, Kuwait. Your generous support and trust have been a backbone of this event's success. Thank you for believing our vision. I would like to thank Mr. Matthews Varghese, CEO, Bahrain Exchange Company, Mr. Muhammad Ali VP, Chairman, Managing Director, Medex Medical Group, Mr. Rafiq Ahmad, MK Chairman and Managing Director, Mango Hyper Group, Mr. Ayub Kacheri, Chairman and Managing Director, Grand Hyper. Our heart of thanks to our corporate sponsors, community sponsors, and supplementary sponsors, and especially to our committed cultural teams, program committee teams, KKMA leaders, volunteers, and brothers and sisters. Thank you for your tireless effort and unwavering commitment in making this event possible. Your support is not only financial, it's a gesture of solidarity, trust, and shared values, and for that we are truly grateful. Each moment of this event has been celebration of unity, gratitude, and shared purpose. KKMA has always been a platform where hearts meet, hands so join, and ideas so blossom. And tonight was not exception. We are partways. Let us carry forward the spirit of togetherness and Mulaqat 25 has inspired. May the bonds we have sunboard with tonight continue to grow this day ahead, inshallah. Once again, thank you all for your presence, your praise and support and participation. ഈ ഒരു സായാഹ്നത്തിൽ ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ്റെ അഗൈതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.